ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല കാണിക്കണത്. എൻ്റെ ഒരു ജേണിയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ചുമ കാരണം എനിക്ക് തീരെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2 ആഴ്ചയായിട്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്യാണ്ടിരുന്നു. ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. എന്നാൽ ഇപ്പം സംസാരിക്കുമ്പോൾ ചുമയ്ക്കുന്നില്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാര്യത്തിലേക്ക് വരാം. ഞാൻ ഒരു സ്റ്റിച്ചിങ് ഒരു തൊഴിലാക്കാനായിട്ട് ഒരിക്കലും തീരുമാനിച്ചിരുന്ന ഒരാളല്ല. അത് ആക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് അന്നൊക്കെ മെഷീൻ ചവിട്ടാൻ അറിയാമെന്നല്ലാതെ അളവുകൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലെ വലിയ വെക്കേഷനാണ് ഞാൻ പഠിക്കാൻ പോയത്. പക്ഷേ അവരെന്നെ പെറ്റിക്കോട്ടും കുഞ്ഞുടുപ്പും ഒക്കെ പഠിപ്പിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ ഒന്നും നടന്നില്ല. പിന്നെ വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കേടായിരുന്നു. ആരും നന്നാക്കാനും മുൻകൈ എടുത്തില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കിടന്നു. പിന്നീട് എപ്പോഴൊക്കെയോ നന്നാക്കുമ്പോൾ കീറിയത് സ്റ്റിച്ച് ചെയ്യാനും ഓൾട്രേഷൻ നടത്താനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ പഠിത്തം ജോലിയൊക്കെ ആയി നടന്നപ്പോൾ സ്റ്റിച്ചിങ്ങിനൊന്നും ഉള്ള സമയമില്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു മോനുണ്ട്. അവനിപ്പോൾ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡിവോഴ്സാണ്. ഡിവോഴ്സായിട്ടിപ്പോൾ ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ജോലിക്ക് വേണ്ടി മാറി മാറിയൊക്കെ നടന്ന് സാഹചര്യങ്ങളൊക്കെ മാറി വന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോയി ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തന്നെ അങ്ങ് നമ്മുടെ ഉപജീവന മാർഗ്ഗം ആക്കിയേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടേബിൾ ടോപ്പ് മെഷീൻ മേടിച്ചു. അത് കഴിഞ്ഞ് വാടക വീട്ടിലായിരുന്നത് കൊണ്ട് അവർക്ക് അവിടെ സൗകര്യം കുറവായിരുന്നു. പിന്നെ അവർക്കും തയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അതായത് സൗണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ ഈ ടേബിൾ ടോപ്പിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അതിന് വേണ്ടി ഞാൻ തുണികൾ എടുത്തിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററുകളിൽ പോയിട്ട് തുണികളാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം അത് വെച്ച് ഞാൻ സ്ക്രഞ്ചികളും കുഞ്ഞു കുഞ്ഞു പൗച്ച്, ബാഗ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് എനിക്ക് അത്യാവശ്യം നല്ല വരുമാനം അതിൽ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ബാഗും സ്ക്രഞ്ചിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് ആക്കിയ സമയത്താണ് ഞാനൊരു പവർ മെഷീൻ എടുക്കുന്നത്. കാരണം മറ്റേ മെഷീനിൽ തയ്ക്കുമ്പം അത് നിന്ന് പോകുന്നത് കൊണ്ട്. പിന്നെ അതിന് ശേഷം ഞാനൊരു ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്താണ്. അത് ചുമ്മാ കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങി. പിന്നെ അത് നിന്ന് പോയെങ്കിലും അതിനെ റെഡിയാക്കി എടുത്താണ് ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ കളിയാക്കുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആ കൊച്ച് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ആരും കാണുമെന്ന് വിചാരിച്ചല്ല അത് വീഡിയോ ഇടുന്നത്, ഞാൻ അതിന് തന്നെത്താൻ കാണാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചിടുകയാണ്. പിന്നെ ആരും വന്ന് ചോദിക്കത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരാളെങ്കിലും എപ്പോഴെങ്കിലും അത് കാണുമല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ തന്നെ. അതൊരിക്കൊരു ധൈര്യം തന്നു. അതിന് ശേഷം പിന്നെ ഞാൻ പിന്നത്തെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ്സായിട്ട് ഇത് തുടങ്ങുന്ന ഇതൊക്കെ ചിലവാകുമോ, ആരെങ്കിലും വാങ്ങുമോ, എനിക്കിതൊക്കെ ഞാൻ തുടങ്ങിയതൊരു തോൽവിയായി പോവുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. കാരണം പിന്നെ നമ്മൾ എന്നെപ്പോലെ ഒരുപാട് പേരിത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് എന്നേക്കാൾ മുന്നിലായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വല്ലതും നടക്കുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോഴാണ് ഒരു റീല് കണ്ടത്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞതാണ്, ആർക്കൊക്കെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും എന്തൊക്കെ ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇത് ചെയ്യും എന്നൊരു തോന്നലുണ്ടായാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഞാനപ്പോൾ ആലോചിച്ചു, ഞാനും അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനും അത്രയും ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. എന്തെങ്കിലും അത് രക്ഷപ്പെട്ട് പൊക്കോളും. പിന്നെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടല്ലോ. അതിൽ 5000 പേരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ 1000 പേരെങ്കിലും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, 50 പേരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുകയോ ചെയ്യൂലേ എന്നൊക്കെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് ഉപജീവന മാർഗ്ഗം തന്നെയാണ്. മറ്റുള്ള ഇപ്പം കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 20-25 വയസ്സിനകത്തൊക്കെയുള്ള പിള്ളേർ ഇഷ്ടം പോലെ ഇത് ബ്രാൻഡാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുമ്പം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിനകത്തൊരു റിസ്ക് ഇല്ല. കാരണം ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ കാണുകയുള്ളൂ. പക്ഷേ വൺസ് ഇതിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ജീവിക്കാനൊരു വരുമാനം കാണും. അതായത് ഒന്നുകിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് 3 നേരം ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനുള്ളൊരു വീടും ഒക്കെ കാണുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതും പറ്റത്തില്ല. കാര്യം നമ്മുടെ കയ്യിൽ ഞാൻ ഏൺ ചെയ്താലേ എനിക്കുള്ളൂ, മോനും എനിക്കും കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കയ്യിരിക്കുന്ന പൈസ മുഴുവനും ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നാളെ എന്തെന്നുള്ളതും കൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടി വെക്കണമല്ലോ.
അതൊക്കെ കൊണ്ടാണ് നമ്മളിതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ പരിമിതികളുണ്ട്. എങ്കിലും കയ്യും കാലും അനങ്ങുന്നിടത്തോളം മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എന്നെപ്പോലെ ഒത്തിരി ആൾക്കാരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇനി എന്തെന്നും പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഇത്രയേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഇറങ്ങുക, അത്രയേ ഉള്ളൂ. ഇറങ്ങി തിരിച്ചാലേ പറ്റുള്ളൂ. 2 കൈയും 2 കാലും നമുക്കുണ്ട്, ചെയ്യുക. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം. പിന്നെ കളിയാക്കുന്നവർ ഒരുപാട് പേര് കാണും. അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് ജീവിക്കാൻ പൈസയില്ല, മാസാമാസം ഞങ്ങൾക്കൊരു തുക കൊണ്ട് തരാമോ? എങ്കിൽ ഞാൻ ഈ പരിപാടിക്കൊന്നും പോകത്തില്ല, വീട്ടിൽ വെറുതെ ഇരുന്നോളാന്ന് പറയുക. അല്ലാതെ അവരോട് നമ്മൾ തർക്കിക്കാൻ നടന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ ആരും കളിയാക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും വരത്തില്ല. ആരടീന്ന് ചോദിക്കുമ്പോൾ എന്തടാന്ന് അങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരിക. താങ്ക് യു സോ മച്ച്.